ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരെയും ഈ ഒരു പുതുവർഷം അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാനൊരു ശനിയാഴ്ച ആയപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് അപ്പോൾ 2 ദിവസം ഇവിടെ ഇത്താത്തയും കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ അവരെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വന്ന ദിവസം രാത്രിയാണ് അവർ പോയത്. അവരെ മോനും എൻ്റെ മോളും കൂടെ 2 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞിട്ടില്ല വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഒരു ദിവസം അവർ രണ്ടാളും കൂടെ അടിപൊളിയായിട്ട് കളിയൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒന്ന് ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ റൂമിൻ്റെ ഒരു റൂമിൻ്റെ സെറ്റിംഗ് ഒന്ന് മാറ്റണം എന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വെച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ആദ്യം ഞാൻ പ്ലാൻ ആക്കിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഈ ഒരു മൈൻഡ് വന്നുകൊണ്ട് ഇങ്ങനെ ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ രാവിലത്തെ ഒരു ടൈമാണ് ഇത്. ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോസാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് വീട്ടിലിപ്പം കുഞ്ഞുമാബയും കൂടെ വന്നുകൊണ്ട് അടിപൊളിയാണ്. അങ്ങനെ വീട്ടിലിപ്പോൾ ഒരു ബേബിയും കൂടെ ആയി. അനിയത്തിയാണ് പ്രസവിച്ചിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു 2024 നമ്മളെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തുട്ടൻ തന്നെ 1 വയസ്സായി. അപ്പോൾ നമ്മളെല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഓർമ്മകളും മറക്കാൻ പറ്റാത്ത ഓർമ്മകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഒരു 2024 നമ്മളെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും. ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. നമ്മളൊക്കെ അതൊക്കെ മറക്കുക. ഇനിയുള്ള കാലം എന്നുള്ള എല്ലാം ഹൈറിലാക്കി തരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. എല്ലാവരും ദുആ ചെയ്യുമ്പോൾ അവരവർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ദുആ ചെയ്യാം. അപ്പം അങ്ങനെ ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ മോൻ ആ കഴുത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ ഓനിങ്ങനെ കുടുങ്ങിയിട്ട് പുറത്തേക്ക് ജസ്റ്റ് ചെറുങ്ങനെ കാണുന്നുണ്ട്. ഞാൻ ലാസ്റ്റാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഓന് പുറത്തിറങ്ങാൻ പറ്റുന്നേ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ചുമ്മാ വിളിച്ച് കരഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അന്ന് സംഭവം മനസ്സിലായത്. ഓനിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഉണ്ടാവും ഈ ഒരു വീഡിയോയിലാണ് എനിക്കത് മനസ്സിലായത്. അപ്പം അത് കഴിഞ്ഞ് രാവിലത്തെ ഇന്നുവിന് കുറേ സ്കൂളിലേക്കുള്ള കളർ കൊടുക്കാനുണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഓള് അതൊക്കെ ഒന്ന് കൊടുക്കാന്ന്. അതിൻ്റെ ഇടയിൽ തൊട്ടന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഞാനിങ്ങനെ ഓരോ സാധനങ്ങളും അടുക്കി പെറുക്കി വെക്കലൊക്കെയാണ്. അപ്പം രാവിലെ തന്നെ ആയതുകൊണ്ട് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം സ്ലോലിയാണ് നടക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് ലേറ്റായിട്ട് എണീറ്റ് നാസ്തൊക്കെ കഴിച്ച് ലേറ്റ് വന്നാൽ ഒരു 7 മണി 7:15 ആ ഒരു ടൈമിലാണ്. അപ്പോൾ നാസ്തൊക്കെ കഴിച്ചതിന് ശേഷമാണ് പണിക്കിറങ്ങിയത്. അപ്പം സ്കൂൾ തുറന്നപ്പോൾ പിന്നെ എല്ലിനും തിരക്കായി, എല്ലാവരും ബിസിയായി, ടൈമൊന്നും ഉണ്ടാവില്ല. രാവിലെ ഫുള്ള് തിരക്കായിരിക്കും. ഈ ഒരു ബുക്ക് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. വാവയല്ല കേട്ടോ, വലിയോരാണ് തീരുമാനമാക്കിയത്. തൊട്ടിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കും, പിന്നെയും വീഴും, പിന്നെയും നടക്കും, പിന്നെയും വീഴും. അതാണ് ഓന്. അപ്പോൾ കുറച്ച് സമയം ഞാൻ എടുത്തിട്ട് ഒന്ന് ടാബിൾ തുടക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സമയം എടുത്താൽ മതി, പിന്നെ ഓൻ ഓക്കെ ആവും. അങ്ങനെ കുറച്ച് ടൈം ഞാൻ എടുത്തതിന് ശേഷം ഓനെ താഴെ ഇറക്കി കൊടുക്കുന്നുണ്ട്. ഓന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എടുക്കുന്നത് ഓന് താല്പര്യമില്ല. പക്ഷേ ഞാൻ ഇടങ്ങേറാവുമ്പോൾ മാത്രമേ ഓനെടുക്കാൻ വേണ്ടി പറയുള്ളൂ. കളിക്കും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കും. ഒറ്റക്കാവുമ്പോൾ പിന്നെയും കരയിൽ. ഇത്താത്ത ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഓള് കൂടെ കളിച്ചോളും. അപ്പോൾ പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എന്ത് സാധനം, എന്ത് ചെറിയ പൊടിയാണെങ്കിലും ഓൻ്റെ കണ്ണിൽ കാണുകയും ചെയ്യും. അതെടുത്ത് അപ്പം തന്നെ
വായിലിടുകയും ചെയ്യും. അപ്പം എന്ത് പൊടിയും നിലത്ത് കണ്ടെങ്കിൽ ഞാൻ കാണുന്നതിന് മുമ്പേ ഓനത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പൊടി മാത്രമല്ല, നമ്മൾ ഒരു സ്കൂളിലായതുകൊണ്ട് തന്നെ ഇപ്പം സ്ലേറ്റ് പെൻസിലും കാര്യങ്ങളും ക്രയോണൊക്കെ ഉണ്ടാവും. കുഞ്ഞല്ലേ, ഓളും കുഞ്ഞാന്ന് ഇവനും കുഞ്ഞാന്ന്. അപ്പോൾ ഓളിങ്ങനെ എടുത്ത് അടിയിടയ്ക്ക് ഇട്ടിനെങ്കിൽ അതെടുത്ത് ഓന് തിന്നും. അപ്പം എത്രയോ പ്രാവശ്യം ക്രയോൺ ആയാലും സ്ലേറ്റ് പെൻസിലായാലും ഓൻ്റെ വായിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം എന്താ പറയുക കളയും, പിന്നെയും ഇതെടുക്കും. പിന്നെ മെയിനായിട്ടുള്ള ഹോബി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ കൈ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓനെന്നെ ഇരിക്കാൻ പറ്റും, പക്ഷെ എന്നാലും ആ കൈ ഇട്ടിട്ട് അവിടെ കുടുങ്ങിയിട്ട് കരയണം. അതാണ് അങ്ങനത്തെ ഓരോ കുരുത്തക്കേട് ഈ തൊട്ടനുണ്ട്, ഒരുപാട് കുരുത്തക്കേടുണ്ട് ഇവന്. പിന്നെന്താ പറയുക, ടേബിളിൻ്റെ മുകളിൽ കയറും, കസേരൻ്റെ മുകളിൽ കയറും, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഒപ്പിക്കും. അപ്പം ആളിങ്ങനെയാണ്, നോട്ടി പോയാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ എന്നിട്ട് ഈ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തുണി ഇട്ടിട്ട് കെട്ടി കൊടുക്കും. കാരണം ഇപ്പോൾ പോയാൽ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് വെക്കും. അപ്പോൾ കിച്ചണിൻ്റെ ആ സൈഡിലെ ഹോളിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു തുണി വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കൈയിടാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇപ്പം അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഒരു കാക്ക കരയുന്ന കേട്ടിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ ഇന്നുൻ്റെ കളറിങ് ഒക്കെ ഇത്രയായി. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നി ഞാൻ വെറുതെ ഒന്ന് ഈ ഒരു റൂം ഒന്ന് തിരിച്ചാലോ എന്ന്. ആ തോന്നൽ മാത്രമായിരുന്നു എനിക്ക്. കാരണം വെച്ചാൽ ഞാൻ നമ്മുടെ ഒരു കേട്ടിൻ്റെ സൈഡിലായിട്ട് സ്വിച്ച് ബോർഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്വിച്ച് ബോർഡ് ഞാനിപ്പം കർട്ടൻ വെച്ച് ഇങ്ങനെ കവർ ചെയ്യും, ഇല്ലെങ്കിൽ ഇവൻ പോയിട്ട് അത് തോണ്ടി ഷോക്കടിക്ക് അങ്ങനെയെങ്കിലും വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈഡിലായിട്ടാണ് കട്ടിലിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഞാനൊരു ദിവസം ഫുൾ ഇട്ടിട്ടില്ല. ഞാൻ അപ്പം തന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു സെറ്റിങ് മാറ്റി. അപ്പോൾ ഇത് അനിയത്തിൻ്റെ മെഷീൻ്റെ ബോക്സാണ്. ഞാൻ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ അത് അനിയത്തിൻ്റെതാണ്. ഓളിപ്പം റെസ്റ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി 3 മാസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇത് വേണ്ടു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലാണ് ആ തയ്യൽ മെഷീൻ ഉള്ളത്. അതിലാണ് ഞാനിപ്പോൾ സ്ക്രഞ്ചീസൊക്കെ അടിക്കുന്നത്. അപ്പം ഇവർ രണ്ടുപേരും ഞാൻ കുറേ പ്രാവശ്യം രണ്ടാളും പുറത്താക്കി, റൂമിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഒരു തരത്തിലും രണ്ടാളും പുറത്തേക്ക് പോകുന്നില്ല. കാരണം പൊടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു തലയിൽ കിടക്കുന്നില്ല. ഞാൻ എന്താക്കി റൂമിൽ തന്നെ, ഓനും കരയുന്നു ഓളും കരയുന്നു. ഓൾക്ക് ഓനെ നോക്കിയിട്ട് പുറത്ത് നിൽക്കാൻ പറ്റൂല. അപ്പം രണ്ടാളും കൂടെ എൻ്റെ കൂടെ റൂമിൽ ആയി. അപ്പോൾ ഓവർ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും കട്ടിലിൻ്റെ അടിക്കും. അങ്ങനെ ഞാൻ എന്താക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആയിരം രണ്ടുപേരും കൂടെ അടിയൊക്കെ കൂടാൻ തുടങ്ങിയിട്ടാണ്. ഓളെ സാധനങ്ങളൊക്കെ എനിക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പം രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാനൊക്കെ തുടങ്ങി. ചിലപ്പോൾ എനിക്ക് നല്ല ചിരി വരും കാണുമ്പോൾ, ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. കാരണം ഞാൻ അനിയത്തിയും കൂടെ ഉള്ളൊരു സിറ്റുവേഷൻ എനിക്ക് അന്നേരം ഓർമ്മ വരും. അപ്പോൾ ഞാൻ അനിയത്തിയും കൂടെ 1.5 വയസ്സിൻ്റെ വ്യത്യാസം, 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്ത് ഉണ്ടെങ്കിലും സെയിം സാധനം എനിക്ക് ഉള്ളത് ഓക്ക് വേണം, ഓക്കില്ലത് എനിക്ക് വേണം. ഏറ്റവും ഞാൻ വിട്ടുകൊടുക്കൽ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടാളെ കളി കാണുമ്പോൾ എനിക്ക് എന്നെ അനിയത്തിനെ ഓർമ്മത്താണ്. അപ്പോൾ ഞാൻ കട്ടിൽ ഈ ഒരു മോഡലിലാണ് ഇടാൻ പ്ലാൻ ഉണ്ടായത്. അപ്പോൾ ഡയറക്റ്റ് സ്വിച്ച് ബോർഡ് അവിടെ ഇല്ലതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം രാത്രി ആയപ്പോൾ തന്നെ ഇത് സെറ്റിങ് മാറ്റി. കാരണം എനിക്ക് ഉറങ്ങിപ്പോകുന്ന സമയത്താണ് ഇവന് ഈ ഓണെണീറ്റിട്ട് ഇങ്ങനെ സ്വിച്ചിനെ കൊണ്ട് കളിക്കുമെന്നുള്ള പേടി എനിക്ക് എപ്പോൾ ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ആകുമ്പോഴത്തേക്ക് മാറ്റി. അപ്പോൾ ഇങ്ങനെ സെൻറ്ററിലിട്ടാൽ തൊട്ടനെ നടുക്ക് കടത്തി അപ്പുറം ഇന്നും എടുക്കും, ഇപ്പുറം ഞാൻ കിടക്കും. പക്ഷേ ഇന്നും സൈഡിൽ നിന്ന് വിൽക്കുമെന്നുള്ള ടെൻഷനില്ല. കാരണം ഓൾ എൻ്റെ റൂമിൽ പുരക്കത്തെ എൻ്റെ റൂമിൽ സെൻറ്ററിലാണ് ബെഡ്. അപ്പോൾ വിൽക്കലില്ല. ഞാനിങ്ങനെ തലയണൊക്കെ വെച്ച് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടാണ് കിടക്കൽ. പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു കാലക്കേടിന് വീണ് പോയിനെങ്കിലോ എന്നുള്ളൊരു മൈൻഡും കൂടെ ആയി. അതുകൊണ്ട് ഞാൻ എന്താക്കി എല്ലാം കൊണ്ടും ഞാൻ എൻ്റെ ഒരു പ്ലാന് മാറ്റി. ഫൈനലി ഞാൻ രണ്ടുപേരെയും പിടിച്ച് പുറത്തിട്ട്. കാരണം എനിക്കൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ, ഈ ഒരു മോഡലിൽ ബെഡ് ഇടാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ നമ്മുടെ സാഹചര്യം നമ്മളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സെറ്റിംഗ് ഒന്ന് മാറ്റി കൊടുത്ത്
അപ്പോൾ ആ ഒരു ഡ്രോയർ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്, 600 സംതിങ് അങ്ങനെയാണ്. അപ്പം എൻ്റെ കയ്യിൽ അധിക സാധനങ്ങൾ ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒത്തിരി ഹെവിയുള്ള സാധനമാണ് ഈ ഒരു കട്ടിലയും സാധനങ്ങളൊക്കെ. അപ്പം എല്ലാം ഇങ്ങനെ ഇനി ഒന്ന് അടിച്ചു വാരി കൊടുക്കലാണ്. അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല, എന്താ പറയുക, ഈ ഒരു സ്വിച്ച് ബോർഡ് എനിക്കൊരു പാരയാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായിക്കേ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും ഉള്ളിലേക്കാക്കിയിട്ട് പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ ഞാനൊന്ന് ഒരു കേക്ക് ഉണ്ടാക്കി. അപ്പോൾ ഇന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട്. അന്നത്തെ ദിവസം എനിക്കൊന്നും സത്യം പറഞ്ഞാൽ കഴിയുന്നുണ്ടായിട്ടില്ല കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഓളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഉമ്മ കേക്കാക്കണം, കേക്ക് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്നോട് എപ്പോൾ രാജിക്ക പറയും, നീ കേക്ക് ആക്കുന്ന സാധനം വാങ്ങുന്ന പൈസനെ കൊണ്ട് നിനക്കൊരു കേക്ക് വാങ്ങുന്ന ഏറ്റവും നല്ലത് എന്ന് പറയും. പക്ഷെ ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ, എവിടെയാണ് കേക്കും കാര്യങ്ങളൊക്കെ നല്ലത് കിട്ടലെന്ന് അറിയില്ല. ഇവിടെ ടൗണായിട്ട് എനിക്ക് എൻ്റെ നാട്ടിലെ ടൗണാന്ന് കാര്യമായിട്ട് എനിക്കറിയില്ല. തളിപ്പറമ്പിൽ എല്ലാം നമുക്കറിയാമല്ലോ, നമ്മളെ നാടല്ലേ. പക്ഷെ ഇവിടെ അത്ര പരിചയമായിട്ടില്ല. അപ്പോൾ ഞാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ആ ഒരു മൈൻഡ് ഉണ്ടായിട്ടുണ്ടായിന് ഇവിടുന്ന് വാങ്ങിയാലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, വാങ്ങിയിട്ട് ഇനിയിപ്പോൾ കൊള്ളായിനെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കേക്ക് വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ ആ സാധനം വാങ്ങി. അങ്ങനെ ഇന്ന് ഈവനിങ്ങിൽ അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം ഞാനൊരു കേക്ക് ഉണ്ടാക്കി. അപ്പം ആ ഒരു ടൈം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഭയങ്കര പണിയാണ്. ഓനും ഓളും രണ്ടാളും കൂടി ഇല്ലോണ്ട് തന്നെ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ച്. അപ്പം ഇന്ന് നെയ്ച്ചോറും പള്ളിനെട്ടി നെയ്ച്ചോറും ഒരു ചെമ്മീൻ ഫ്രൈ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അത് ഇന്നൂന് കൊടുത്തതാണ്. അങ്ങനെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കേക്കിൽ ഇന്നു പാടിയിട്ടുള്ളത് ഹാപ്പി ബർത്ത്ഡേ ബാപ്പ എന്ന് പറഞ്ഞിട്ടാണ്. ഓൾ അതിൻ്റെ ബാപ്പാൻ്റെയും ഉമ്മൻ്റെയും ഓളിയും ഇതുൻ്റെയും എല്ലാവരും പേരെഴുതണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ എന്താക്കി ഐ എന്ന് എഴുതി കൊടുത്ത് ഇസ്ദാൻ റാസിക്ക് ഇസു. അപ്പം രണ്ടാളെയും ഫസ്റ്റ് ലെറ്റർ ഐ കൊടുത്ത് എന്നിട്ട് എഫ്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.